നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും 3 ദിവസങ്ങൾ മാത്രം. ആവേശ പ്രചരണത്തിൽ മുന്നണികൾ. പുതുക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ പര്യടനം തുടരുന്നു. പുതുക്കാടിന്റെ വികസനത്തിന് UDF വിജയിക്കണമെന്ന് KM ബാബുരാജ്. തൊഴിലാളി കേന്ദ്രങ്ങളും തൊഴിലിടങ്ങളും കേന്ദ്രീകരിച്ച് വോട്ട് തേടി KKR. A. നാഗേഷ് പുതുക്കാട് പര്യടനം നടത്തി. ആളൂർ പൊരുന്നംകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ ആവേശം കൊടുമുടിയിൽ. LDF, UDF, NDA മുന്നണികൾ തങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ്. ഓരോ വോട്ടും നിർണായകമായ ജില്ലയിൽ അട്ടിമറി വിജയങ്ങൾ ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. തൃശൂരിന്റെ മണ്ണിൽ രാഷ്ട്രീയ പൂരത്തിന് കൊടിയേറാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പരസ്യ പ്രചാരണത്തിന് ചൊവ്വാഴ്ച വൈകിട്ട് തിരശീല വീഴാനിരിക്കെ ജില്ലയിലെ ഓരോ മണ്ഡലവും വലിയ പോരാട്ടങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. പ്രമുഖ നേതാക്കളെ നേരിട്ട് രംഗത്തിറക്കിയും വമ്പൻ റോഡ് ഷോകൾ സംഘടിപ്പിച്ചും മുന്നണികൾ കളം നിറയുകയാണ്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ വിശ്രമമില്ലാതെ പര്യടനത്തിലാണ്. വീടുകൾ കയറിയുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങളും കുടുംബയോഗങ്ങളും പൂർത്തിയാക്കി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പൊതുജനങ്ങളെ നേരിൽ കാണുന്ന തിരക്കിലാണ്. വിവാദങ്ങളും വികസന ചർച്ചകളും ഒരുപോലെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ജില്ലയിൽ ഇത്തവണ ആർക്കൊപ്പം ജനങ്ങൾ നിൽക്കുമെന്നത് പ്രവചനാതീതമാണ്. പ്രധാന കേന്ദ്രങ്ങളിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രചാരണത്തിന് എത്തിയിരുന്നു. കടുത്ത ചൂടിനെ പോലും അവഗണിച്ചാണ് പ്രവർത്തകർ തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾക്കായി നിരത്തിലിറങ്ങുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് നടക്കുന്ന കലാശക്കൊട്ടോടെ പരസ്യപ്രചാരണം അവസാനിക്കും. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിൽ രഹസ്യ നീക്കങ്ങളിലൂടെ വോട്ടുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബൂത്ത് തല കമ്മിറ്റികൾ. വിധി നിശ്ചയിക്കാൻ 3 നാളുകൾ മാത്രം ബാക്കി നിൽക്കെ ജനം ആർക്കൊപ്പം എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് പുതുക്കാട് ടൗണിലും പരിസര പ്രദേശങ്ങളിലും പര്യടനം നടത്തി. രാവിലെ പുതുക്കാട് ജംഗ്ഷനിലെ വിവിധ കച്ചവട സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, സ്വകാര്യ ഓഫീസുകൾ എന്നിവ സന്ദർശിച്ച അദ്ദേഹം വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു. പുതുക്കാട് ജംഗ്ഷനിലെ വ്യാപാരികളോടും ജീവനക്കാരോടും മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെ കുറിച്ച് സംസാരിച്ച അദ്ദേഹം വികസനത്തിന് ഒരു വോട്ട് എന്ന സന്ദേശമാണ് പങ്കുവച്ചത്. ടൗണിന് സമീപത്തെ വീടുകളിൽ നേരിട്ടെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. വോട്ടർമാർക്ക് അദ്ദേഹം നൽകുന്ന വികസന വാഗ്ദാനങ്ങൾ വലിയ സ്വീകാര്യതയാണ് നൽകുന്നത്. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവിൽ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ചെങ്ങാലൂർ യോഗ സെന്ററിൽ ബാബുരാജ് സന്ദർശനം നടത്തി. തന്റെ ഭരണകാലത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും പഴയകാല ബന്ധങ്ങൾ പുതുക്കിയുമായിരുന്നു ഈ സന്ദർശനം. താൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടപ്പിലാക്കിയ മാതൃകാപരമായ പദ്ധതികൾ പുതുക്കാട് മണ്ഡലത്തിലുടനീളം വ്യാപിപ്പിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് KM ബാബുരാജ് വോട്ടർമാരോട് പറഞ്ഞു. പുതുക്കാട് മണ്ഡലത്തിൽ ഇത്തവണ വലിയ രീതിയിലുള്ള മാറ്റത്തിന്റെ കാറ്റാണ് വീശുന്നതെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വിവിധയിടങ്ങളിൽ UDF പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് നൽകിയത്. പുതുക്കാടിന്റെ വികസനത്തിന് UDF വിജയിക്കണമെന്ന് പുതുക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് പറഞ്ഞു. ടീം കോൺഗ്രസ് മറവാഞ്ചേരിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിലെ വോട്ടർമാരുമായി നേരിട്ട് സംവദിച്ച അദ്ദേഹം പുതുക്കാടിന്റെ സമഗ്രമായ വികസനത്തിനും ജനകീയ പ്രശ്നപരിഹാരങ്ങൾക്കും UDF പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞു. കുടുംബസംഗമത്തിൽ പങ്കെടുത്തവരുടെ വലിയ ജനപങ്കാളിത്തം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDFന് ലഭിക്കാൻ പോകുന്ന വൻ വിജയത്തിന്റെ സൂചനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ടർമാർ നൽകുന്ന സ്നേഹവും പിന്തുണയും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്ന്
KM ബാബുരാജ പറഞ്ഞു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും നിരവധി കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ പ്രദേശത്തിൽ നിന്നും ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് UDFിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുക എന്നുള്ളത് ഒരു ഭാഗ്യം ഇപ്പോൾ എനിക്ക് ലഭിച്ചു. അത് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ എല്ലാം പിന്തുണ കൊണ്ടും നമുക്കത് വിജയിച്ച് കയറണം എന്നുള്ള ആഗ്രഹത്തിലാണ്. ഇനി സ്ഥാനാർത്ഥിക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള വേഗപ്പാച്ചിലിലാണ് സ്ഥാനാർത്ഥികൾ. വിവിധ സ്ഥാപനങ്ങളിൽ സൗഹൃദ സന്ദർശനങ്ങൾ നടത്തിയായിരുന്നു LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ തിങ്കളാഴ്ചയിലെ പര്യടനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ വൈകിട്ട് 6 മണി വരെയാണ് പരസ്യപ്രചരണത്തിനുള്ള സമയം. ഏപ്രിൽ 9 വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. ഇപ്പോൾ അവസാനവട്ട സൗഹൃദ സന്ദർശനങ്ങളാണ് സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് പുതുക്കാട് നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KK രാമചന്ദ്രനാണ്. രാമചന്ദ്രേട്ട, അവസാന ലാപ്പിലെത്തുമ്പോൾ ആത്മവിശ്വാസം കൂടുകയാണോ? ആത്മവിശ്വാസം നേരത്തെ ഉണ്ട്, ആ നിലയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഇവിടെ ഇന്ന് ലാസ്റ്റ് ദിവസമാണല്ലോ. നാളെ രാവിലെ റോഡ് ഷോ ആണ്. രാവിലെ പിന്നെ കലാശക്കൊട്ടിലേക്ക് പോകും. അപ്പം ഇന്ന് കുറച്ച് നമ്മൾ നേരത്തെ കാണാൻ ശ്രമിച്ചിട്ട് പല കാരണങ്ങളാൽ വിട്ടുപോയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെയുള്ള സന്ദർശനങ്ങളായിരുന്നു. രാവിലെ 1-2 ഉദ്ഘാടനങ്ങളുണ്ടായിരുന്നു. 1-2 സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പാഴായിൽ ഒരു ടൈൽ ഫാക്ടറിയിൽ പോയി. പിന്നെ നന്ദിക്കര ഒരു സ്കൂളിൽ പോയി. നന്മണിക്കരയിൽ ഒരു സ്കൂളിൽ പോയി. പിന്നെ നന്മണിക്കരയിൽ തന്നെ ചർച്ചിൽ പോയി. പിന്നെ അവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഊട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പ്രസാദ ഊട്ട്, അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് മീറ്റിങ്ങിൽ വരുന്നുണ്ടായിരുന്നു. നഴ്സുമാരുടെയൊക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രചോദിനികേതൻ കോളേജിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഫാദർ ഒന്ന് കാണണം, പ്രിൻസിപ്പാളെ കാണണം, അധ്യാപകരെ കാണണം, സ്റ്റാഫിനെ കാണണം എന്ന ദിവസത്തോട് വന്ന് കുറേയേറെ ആളുകളെ കണ്ടു നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ അഭിമുഖമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. വളരെ സന്തോഷം. നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നേരത്തെ ഈ കോളേജിലെ ഒരു സ്റ്റാഫ് പറയുന്നത് കേട്ടു, ഈ MLA പ്രതിഭ പുരസ്കാര ചടങ്ങ് കഴിഞ്ഞ തവണ ഇവിടെയാണ് സംഘടിപ്പിച്ചത്. അത് ഇവിടെ തന്നെ വീണ്ടും MLA ആയി വരണം, വീണ്ടും ഇവിടെ തന്നെ സംഘടിപ്പിക്കണമെന്ന്. ഈ വിദ്യാർത്ഥികളുമായുള്ള ഒരു കൂട്ടിച്ചേരാൻ, അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു MLA എന്ന നിലയ്ക്ക് പുതിയ വർഷത്തിൽ പുതിയ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തൊക്കെ പ്ലാനുകളാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്? വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു മണ്ഡലത്തിലും ചെയ്യാത്ത പോലെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് SLC+2 പ്രതിഭ പുരസ്കാരം മാത്രമല്ല, ഇവിടെ LSS USS സ്കോളർഷിപ്പിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക്, NMMS കുട്ടികൾക്ക് പ്രത്യേകമായ പരിശീലനം നമ്മൾ കൊടുക്കുകയും അതിൽ സ്കോളർഷിപ്പ് നേടുന്ന കുട്ടികൾക്ക് പ്രത്യേകമായ MLA പുരസ്കാരം കൂടി നൽകുന്ന ഒരു മണ്ഡലമാണ് പുതുക്കാട് നിയോജകമണ്ഡലം. ഇത്തവണ കഴിഞ്ഞ വർഷം നമ്മൾ 512 കുട്ടികൾക്ക് MLA പുരസ്കാരം നൽകിയിട്ടുണ്ടായി. SLC+2-ന് 800 പരം കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മികച്ച വിദ്യാലയങ്ങൾക്ക് കൊടുക്കുന്നു, റിട്ടയർ ചെയ്യുന്ന HMOമാർക്ക്, പ്രിൻസിപ്പൽമാർക്ക് ഉപകാരങ്ങൾ കൊടുക്കുന്നു, അവരെയൊക്കെ അനുമോദിക്കുന്നു, അവർക്കൊക്കെ ആശംസ കൊടുക്കുന്നു. പിന്നെ അതുപോലുള്ള നിരവധിയായ കാര്യങ്ങൾ ഇപ്പോൾ ഈ പ്രചോദിനികേതൻ കോളേജ് അവർ പറഞ്ഞത് ശരിയാണ്. ഇവിടെയാണ് നമുക്ക് MLA പുരസ്കാരം SLC+2-ന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വേദിയായത്. ഒരു വേദി ഇവിടെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ. അതിനുവേണ്ടിയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഈ കോളേജ് അധികൃതർ നമുക്ക് നൽകിയിരുന്നു. ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും. അത് വളരെ കളർഫുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇനി MLA വരുമ്പോൾ ഇവിടെ തന്നെ അടുത്ത വർഷം വെക്കണമെന്ന് പറഞ്ഞത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ തന്നെയാണ് വയ്ക്കാൻ തീരുമാനിക്കുന്നത്. വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഇവിടെ തന്നെ വയ്ക്കും. കുട്ടികൾക്ക് നമ്മൾ എടുത്തു പോരുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകും. പുതിയ കാലത്തിനനുസരിച്ച് പ്രത്യേകമായി ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടായി ചർച്ച ചെയ്ത് ആ മേഖലയും കൂടി നമ്മൾ ഏറ്റെടുക്കും.
ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ലാപ്പിലെത്തുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കെ രാമചന്ദ്രന്. താൻ കഴിഞ്ഞ 5 വർഷം തുടർന്നു വന്ന വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ തുടരാൻ ഒരു അവസരം കൂടി വോട്ടർമാർ നൽകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വേനൽ ചൂടിനെ വെല്ലുന്ന പ്രചാരണ ചൂടിൽ സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ പോരാട്ടം കടുപ്പിക്കുകയാണ് UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്. വേനൽ ചൂടിനെ വെല്ലുന്ന പ്രചരണ ചൂടിലാണ് സ്ഥാനാർത്ഥികൾ. ഇനി ശബ്ദം വെച്ചുള്ള പ്രചരണത്തിന്, കുട്ടിക്കലാശത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ പുതുക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജാണ് നമ്മോടൊപ്പം ഉള്ളത്. ബാബുരാജ് ചേട്ടാ, ഒരു 20 ദിവസത്തോളമായി നമ്മളൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്താണ്. നാളെ ഇതിനൊക്കെ ഒരു അവസാനിക്കുകയാണ്. വ്യാഴാഴ്ച വോട്ടർമാർ ബൂത്തിലെത്തുകയാണ്. ഇപ്പോൾ ഈ ഒരു 20 ദിവസം പിന്നിടുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം അത് എത്രത്തോളം കൂടുന്നുണ്ട്? തീർച്ചയായും വിജയത്തിൻ്റെ പ്രതീക്ഷകളിൽ നമ്മളെല്ലാവരും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനും എൻ്റെ കൂടെയുള്ള പ്രവർത്തകരും എല്ലാം വോട്ടർമാരുമായി സംസാരിക്കുകയും അവരുടെ എല്ലാം പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പരിപൂർണമായ പിന്തുണയുണ്ട്, വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. വലിയ ഒരു പിന്തുണയുടെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാ സ്ഥലത്ത് ചെന്ന് ഇറങ്ങുമ്പോഴും ജനങ്ങൾ കാണാനും ഞങ്ങൾ പറയുന്നത് കേൾക്കാനും, ഒപ്പം തന്നെ UDF മുന്നോട്ട് വയ്ക്കുന്ന 5 ഗ്യാരണ്ടികൾ, അതാണ് അവസാനം ഞങ്ങൾക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്. UDF അധികാരത്തിലെത്തിയാൽ ഈ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ഇന്ന് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇന്ന് മാളയിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാം സ്ഥാനാർത്ഥികൾ വിളിച്ചിരുന്നു. അവിടെ വെച്ച് ഒരു മെസ്സേജ് കൊടുക്കാനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ ഗ്യാരണ്ടി അത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾക്ക് ഒട്ടേറെ അവരുടെ ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന വലിയ ഒരു പിന്തുണ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. ഇപ്പോൾ 20 വർഷത്തിന് ശേഷം പുതുക്കാട് ഒരു തദ്ദേശീയനായ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു. UDF വലിയ പ്രതീക്ഷയിലാണ്. KP വിശ്വനാഥിന് ശേഷം KM ബാബുരാജ് എന്നൊരു മന്ത്രി പുതുക്കാട് മണ്ഡലത്തിൽ ഉണ്ടാകുമോ? അതൊക്കെ കോൺഗ്രസ് അതിൻ്റേതായ മന്ത്രിമാരെ തീരുമാനിക്കലും മറ്റു കാര്യങ്ങളൊക്കെ കോൺഗ്രസും അതിൻ്റെ നേതൃത്വവും ഹൈക്കമാൻഡും ഒക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ഉണ്ടായിക്കൂടുന്നില്ല. അത് പലതരത്തിലുമാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ മറുപടി പറയാൻ ആളല്ല. എന്തായാലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതൊക്കെ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ആ ജനപ്രതിനിധി ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോൾ വോട്ടർമാരെ അഭിമുഖീകരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അതാണ്. ഇപ്പോൾ പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. നമുക്കറിയാം എത്ര പ്രചരണ തന്ത്രങ്ങളൊക്കെ എത്രയുണ്ടെങ്കിലും വോട്ടെടുപ്പ് ദിവസം വോട്ടർമാരെ ബൂത്തിലെത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ കടമ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ പ്രവർത്തകർ എന്ന നിലയിൽ പൂർത്തിയായിട്ടുണ്ടോ? തീർച്ചയായും നമ്മളെല്ലാ ബൂത്ത് ബേസിലും നല്ല പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വോട്ടർമാരുടെ അടുത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാരണ്ടിയുടെ കാര്യം എല്ലാ വോട്ടർമാരുടെ അടുത്തും കൃത്യമായി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. അതിൽ കക്ഷി രാഷ്ട്രീയം വിട്ടുകൊണ്ടാണ് നമുക്ക് നല്ല ഫുൾ സപ്പോർട്ട് നമുക്ക് പറയുന്നത്. പിന്നെ ബാബേട്ടനെ അറിയാത്തവരില്ല, എല്ലാവരും നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ പുതുക്കാട് പ്രസിഡൻ്റായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പിന്നെ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളെല്ലാവരും ആളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ് എല്ലാവരും ബോധിപ്പിക്കുന്നുണ്ട്. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി KM ബാബുരാജും ഒപ്പം UDF പ്രവർത്തകരും. പുതുക്കാടിന്റെ ബാബേട്ടൻ വിജയിച്ചു വരുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് എല്ലാവരിലും കാണാൻ കഴിയുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട്, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി NDA സ്ഥാനാർത്ഥി A പരമേശ്വരൻ എന്ന നാഗേഷ്. പുതുക്കാട്, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി NDA സ്ഥാനാർത്ഥി A പരമേശ്വരൻ എന്ന നാഗേഷ്. പുതുക്കാട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി A നാഗേഷ് തിങ്കളാഴ്ച രാവിലെ മുതൽ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സജീവമായിരുന്നു. പറപ്പൂക്കര പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥി പിന്തുണ തേടി. രാജ്യത്തിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു A നാഗേഷിന്റെ വോട്ടഭ്യർത്ഥന. പേരാമ്പ്രയിലെ അപ്പോളോ ടയേഴ്സിലെ തൊഴിലാളികളെ സന്ദർശിച്ചു. ചാലക്കുടി മണ്ഡലം NDA സ്ഥാനാർത്ഥി ചാർലി പോളും ഒപ്പമുണ്ടായിരുന്നു. പറപ്പൂക്കരയിലെയും പുതുക്കാട്ടെയും വിവിധ കവലകളിലും തൊഴിലിടങ്ങളിലും A നാഗേഷ് പര്യടനം തുടർന്നു. NDA പ്രവർത്തകർ വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിച്ചത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. ബിസിനസ് ന്യൂസ്.
സമ്പൂർണ്ണ നേത്ര ചികിത്സാ രംഗത്തെ വിശ്വസ്ത നാമമായ ആലപ്പാട്ട് ഐ കെയർ ഇനി നമ്മുടെ സ്വന്തം പുതുക്കാട്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പുതുക്കാട് ഊരകം റോഡിൽ കൊടകര ബ്ലോക്ക് ഓഫീസിന് എതിർവശത്തായാണ് ആലപ്പാട്ട് ഐ കെയർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അത്യാധുനിക നേത്ര ചികിത്സാ സംവിധാനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംരംഭം. കൊടകര ശാന്തി ഹോസ്പിറ്റലിൽ 16 വർഷം സേവനമനുഷ്ഠിച്ചിരുന്ന പ്രമുഖ കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റും ഫാക്കോ സർജനുമായ ഡോക്ടർ ജോൺ എ ആലപ്പാട്ടിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടക്കുന്നത്. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഫാദർ ഡേവിസ് ചിറയത്ത്, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു തുടങ്ങിയ പ്രമുഖർ സാന്നിധ്യമറിയിച്ചു. കാഴ്ചയിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനോടൊപ്പം സങ്കീർണമായ നേത്രരോഗങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട്. പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന കാഴ്ച വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയാനും ചികിത്സിക്കാനുമായി സജ്ജമാക്കിയ ഡയബറ്റിക് റെറ്റിനോപ്പതി ക്ലിനിക്, ഗ്ലോക്കോമ ക്ലിനിക് എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നു. കൃത്യമായ പരിശോധനകളിലൂടെ അന്ധതയിലേക്ക് നയിക്കാവുന്ന ഇത്തരം രോഗങ്ങളെ തുടക്കത്തിലെ തടയാൻ മികച്ച സംവിധാനങ്ങളാണ് ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുള്ളത്. ചികിത്സയ്ക്ക് പുറമെ കാഴ്ചയ്ക്ക് വ്യക്തതയും സ്റ്റൈലും നൽകുന്നതിനായി ലോകോത്തര ബ്രാൻഡുകളുടെ കണ്ണടകൾ ലഭ്യമാകുന്ന വിപുലമായ ഒപ്റ്റിക്കൽ വിഭാഗവും ആലപ്പാട്ട് ഐ കെയറിൽ സജ്ജമാണ്. വിവിധ തരം ലെൻസുകളും വൈവിധ്യമാർന്ന ഫ്രെയിമുകളും രോഗികൾക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കേഷൻ ചെയ്തു കൊടുക്കുന്നു. ആലപ്പാട്ട് ഐ കെയറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ 11 വരെ ഡോക്ടർ കൺസൾട്ടേഷൻ പൂർണ്ണമായും സൗജന്യമായിരിക്കും. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പരിശോധനാ സമയം. പ്രിയപ്പെട്ടവരെ, പുതുക്കാട് റെയിൽവേ ഗേറ്റ് റോഡിൽ ആലപ്പാട്ട് ഐ കെയർ എന്ന ഒരു ക്ലിനിക്ക് ഇന്ന് ഞാനിവിടെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ഇവിടെ പൊതുവിൽ എല്ലാവർക്കും നിരവധിയായ അസുഖങ്ങൾ വന്നുകൂടുന്ന ഒരു കാലമാണ് ഇപ്പോൾ. കണ്ണിൻ്റെയും അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ജോണും, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ജോണും ഹണിയും ഡോക്ടർമാർ, അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് വന്നു ചേർന്നിട്ടുണ്ട്. മികച്ച സേവനം ജനങ്ങൾക്ക് ലഭ്യമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം വിജയകരമായി ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ സംരംഭം നമ്മളിവിടെ പുതുക്കാട് 6-ാം തീയതി തുടങ്ങുകയാണ്. ഏപ്രിൽ 6-ാം തീയതി തുടങ്ങുകയാണ്. ഇന്ന് തുടങ്ങുകയാണ് MLAയുടെ സാന്നിധ്യത്തിൽ. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA വന്ന് നമ്മുടെ ഈ ഫംഗ്ഷന് പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നീട് നമ്മളിവിടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആശുപത്രികളെല്ലാം കോർപ്പറേറ്റ് മേഖലയിലാണ്. അപ്പോൾ അവരെല്ലാവരും ഒരുപാട്, എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരുപാട് ചാർജ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഈ സ്ഥാപനം സാധാരണ ആൾക്കാർക്ക് ഒരു സ്വാന്തനമാകാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അതിൻ്റെ പൂർണ്ണമായിട്ടും നിങ്ങൾ സഹകരിക്കുമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ആലപ്പാട്ട് ഐ കെയർ, കൊടകര ബ്ലോക്ക് ഓഫീസിന് എതിർവശം, ഊരകം റോഡ്, പുതുക്കാട്. ഫോൺ 7970283357. മുപ്ലിയം കോതേങ്ങലം ദേശം കാരിക്കത്ര ഭുവനേശ്വരി ക്ഷേത്രത്തിലെ പത്മോത്സവം ആഘോഷിച്ചു. എരാറ്റ് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പുറപ്പാട്, സർവശ്രേഷ്ഠ ബലി, പത്മസിംഹാസന ഭ്രമണം, എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, കാഴ്ച ശിവേലി, പാണ്ടിമേളം, സംഗീതാർച്ചന, ആറാട്ട് എന്നിവയുണ്ടായി. എഴുന്നള്ളിപ്പിന് വാര്യത്ത് ദേവി കൃഷ്ണൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കേരളത്തിലെ പ്രമുഖ നേത്ര ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ ജി വിദ്യാശങ്കറിന്റെ സേവനം ഇനി കൊടകര നേത്രജ്യോതി കണ്ണാശുപത്രിയിൽ മാത്രം ലഭ്യമാകും. മുൻപ് ചാലക്കുടി ഐ വിഷൻ കണ്ണാശുപത്രിയിലെയും ഈറോഡ് അരസൻ ഐ ഹോസ്പിറ്റലിലെയും സീനിയർ കാറ്ററാക്ട് സർജനും ഒപ്താൽമോളജിസ്റ്റ് കൺസൾട്ടന്റുമായിരുന്നു ഡോക്ടർ ജി വിദ്യാശങ്കർ. അത്യാധുനിക സജ്ജീകരണങ്ങളോടെ നേത്രരോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന കൊടകരയിലെ നേത്രജ്യോതി ഐ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡയറക്ടറായി പ്രമുഖ കാറ്ററാക്ട് സർജൻ ജി വിദ്യാശങ്കർ ചാർജ് എടുത്തു. ശരീരത്തിലെ ഏറ്റവും സജീവമായ അവയവങ്ങളിലൊന്നാണ് കണ്ണുകൾ. ദിവസം മുഴുവൻ പ്രവർത്തിക്കുകയും ഉറക്കത്തിൽ പോലും ചലിക്കുകയും ചെയ്യുന്ന കണ്ണുകളുടെ ആരോഗ്യ സംരക്ഷണം അതിപ്രധാനമാണ്. സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയവയുടെ വരവോടെ ജോലിസ്ഥലത്തും വീട്ടിലും സ്ക്രീൻ ടൈം കൂടിയതോടെ കണ്ണിന് സമ്മർദ്ദം വർദ്ധിച്ചു. 40 വയസ്സാകുമ്പോഴേക്കും വെള്ളെഴുത്ത് വരാം. പിന്നീട് അങ്ങോട്ട് പലതരം നേത്രപ്രശ്നങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുന്നു. അതുകൊണ്ട് 40 വയസ്സ് മുതൽ എല്ലാ 2 വർഷം കൂടുന്തോറും കണ്ണുകൾ പരിശോധിക്കണം. കണ്ണിന്റെ സ്വാഭാവിക ലെൻസിൽ മങ്ങൽ സംഭവിക്കുകയോ കാഴ്ച മങ്ങുകയോ രാത്രിയിൽ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് തിമിരം. ഇത് സാവധാനത്തിലും വേദനയില്ലാതെയും പുരോഗമിക്കുമ്പോൾ അന്ധതയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. കണ്ണിലെ പ്രഷർ വർദ്ധിക്കുന്ന ഗ്ലോക്കോമ, തിമിരം പോലുള്ള നേത്രപ്രശ്നങ്ങളെ തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ പതിവ് പരിശോധനകൾ സഹായിക്കുമെന്ന് ഡോക്ടർ ജി വിദ്യാശങ്കർ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ അന്ധതയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തിമിരമാണെന്നുള്ളത്. എന്താണ് തിമിരം? തിമിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മൾ തിമിരമെന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് തിമിരത്തിനുള്ള കാരണങ്ങൾ? തിമിരത്തിൻ്റെ കാരണങ്ങൾ പലതാണ്. ഏറ്റവും പ്രധാനം വാർദ്ധക്യം, പിന്നെ കണ്ണിലേൽക്കുന്ന ചില ക്ഷതങ്ങൾ, പിന്നെ കണ്ണിലുണ്ടാകുന്ന ചില നീർക്കെട്ടുകൾ. അതുകൂടാതെ പിന്നെ സ്റ്റിറോയിഡ് പോലുള്ള ചില മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കുമ്പോഴും തിമിരമുണ്ടാകും. എന്താണ് തിമിരത്തിൻ്റെ ലക്ഷണങ്ങൾ? ദൂരക്കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകുക, പുകമറയത്ത് നോക്കുന്ന പോലത്തെ ഒരു കാഴ്ച, ആരംഭഘട്ടങ്ങളിൽ അടുത്തുള്ള കാഴ്ച കുറച്ച് തെളിവുള്ളതുപോലെ തോന്നാം, പക്ഷേ തിമിരം പുരോഗമിക്കുമ്പോൾ അതും നമുക്ക് നഷ്ടപ്പെടും. പിന്നെ എതിർവശത്തു നിന്നും ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് കണ്ണിൽ ഗ്ലെയർ അടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. എന്താണ് തിമിരത്തിന് പരിഹാരം? തിമിരത്തിന് പരിഹാരം സർജറി തന്നെയാണ്. ആരംഭഘട്ടങ്ങളിൽ കുറച്ച് നാൾ നമുക്ക് കണ്ണാട വെച്ചിട്ട് അത് പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ തിമിരത്തിൻ്റെ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർജറി തന്നെയാണ്. കീഹോൾ സർജറിയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. കൊടകര നേത്രജ്യോതി കണ്ണാശുപത്രിയിൽ നേത്രസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സ ഇവിടെ ലഭ്യമാണ്. കാറ്ററാക്ട്, ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, മറ്റ് നേത്രരോഗങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ കണ്ണാടകളും കോണ്ടാക്ട് ലെൻസും എല്ലാം ലഭ്യമാണ്. ഡോക്ടർ ജി വിദ്യാശങ്കറിന്റെ നേതൃത്വത്തിൽ തിമിരം, ഗ്ലോക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് വിഭാഗങ്ങളിലായി ടി.എസ്. ശ്രീദേവി, അമിത നായർ, അർച്ചന പുഷ്പാകരൻ, അനലിൻ ഡെനിൽ എന്നീ ഡോക്ടർമാരുടെ സംഘം തികഞ്ഞ അർപ്പണബോധത്തോടെ മികവുറ്റ ചികിത്സ ഇവിടെയെത്തുന്ന രോഗികൾക്ക് ലഭ്യമാക്കുന്നു. നേത്ര ശസ്ത്രക്രിയകൾ, ഫാർമസി, ഒപ്റ്റിക്കൽസ് സൗകര്യങ്ങളോടെ ചെറുതും വലുതുമായ നേത്രസംബന്ധ രോഗങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ
വിദഗ്ധ ചികിത്സ ഏവർക്കും ലഭ്യമാക്കുകയാണ് കൊടകരയിലെ നേത്രജ്യോതി ഐ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾക്ക് 9654333999. NCTV സംപ്രേഷണം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് സംവാദം അങ്കത്തട്ടിന്റെ 3ാം ഭാഗം തിങ്കളാഴ്ച രാത്രി 9-നും 11-നും NCTV ചാനലിൽ കാണാം. പുനഃസംപ്രേഷണം ചൊവ്വാഴ്ച രാവിലെ 9-നും ഉച്ചയ്ക്ക് 1:30-നും ഉച്ചതിരിഞ്ഞ് 3-നും നമ്മുടെ NCTVയിൽ കാണാം. NOCക്കായി പോയി. അപ്പൊ അവിടെ ചർച്ച നടന്നപ്പോ ആ സ്ഥലം ഗ്രൗണ്ട് പണിയാൻ വേണ്ടി കൊടുക്കില്ല എന്ന് പറയാൻ വേണ്ടി ഒരുമിച്ച് വാദിച്ചത് കോൺഗ്രസിന്റെയും BJPയുടെയും മെമ്പർമാർ ഒരുമിച്ച. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും വീഴ്ചകളും ചൂണ്ടിക്കാട്ടി ഒരു തുറന്ന സംവാദം. BJPക്ക് തൃശ്ശൂർ ഒരു MP ഉണ്ടായിരുന്നു. MP ഇലക്ഷന് വരുന്ന സമയത്ത് മണിച്ചിത്രത്താഴിലത്തെ ശോഭനയുടെ സ്വഭാവവും MP ആയതിനു ശേഷം നാഗവല്ലിയുടെ സ്വഭാവമാണ്. ഈ പിരിച്ച പണം എത്ര, ആ പണം ഏത് അക്കൗണ്ടിൽ എന്ന് മാത്രം നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ തുറന്നു കാട്ടാൻ ജനം LDF അല്ല ചോദിക്കുന്നത്. NCTV തിരഞ്ഞെടുപ്പ് സംവാദം അങ്കത്തട്ട് അവസാന ഭാഗം ഇന്ന് രാത്രി 9-ന്. പുനഃസംപ്രേഷണം രാത്രി 11-നും ചൊവ്വാഴ്ച രാവിലെ 9-നും ഉച്ചയ്ക്ക് 1:30-നും ഉച്ചതിരിഞ്ഞ് 3-നും നമ്മുടെ NCTVയിൽ. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം നടത്തി. ക്ഷേത്രം തന്ത്രിമാരായ അഴകത്ത് മനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി, അഴകത്ത് മനയ്ക്കൽ ഹരീഷ് കുമാർ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലെ ആഷിക വിഷ്ണു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. 2000-ഓളം ഭക്തർ പൊങ്കാല തയ്യാറാക്കി ദേവിക്ക് നിവേദിച്ചു. തുടർന്ന് അന്നദാനവുമുണ്ടായി. ക്ഷേത്രം പ്രസിഡന്റ് KS സുനിൽകുമാർ, സെക്രട്ടറി ML വേലായുധൻ നായർ, NR രാജേഷ്, വേണുഗോപാൽ തച്ചിഞ്ചേരി, രാജൻ മല്ലാട്ട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആളൂർ പൊരുന്നംകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, നാഗങ്ങൾക്ക് പാലും നൂറും കൊടുക്കൽ, അന്നദാനം, കാഴ്ചശീവേലി എന്നിവയുണ്ടായി. മേളത്തിന് SN പുരം ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി. ക്ഷേത്രം തന്ത്രി ശ്രീകാന്ത് ഭട്ടത്തിരി, മേൽശാന്തി തപോവനം അനൂപ് ശർമ്മ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മൂന്നുമുറി ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. വിവിധ സെറ്റുകളുടെ അഭിഷേകം, കാവടി വരവ്, കാവടിയാട്ടം എന്നിവയുണ്ടായി. യുവചൈതന്യ, അമ്പലനട, തെക്കുമുറി യുവജന സംഘം, ശ്രീമുരുക, വേൽമുരുക, കുഞ്ഞാലിപ്പാറ, ടൗൺ സെറ്റ്, ശാന്തിനഗർ എന്നിങ്ങനെ 8 ദേശക്കാവടി സെറ്റുകൾ കാവടിയാട്ടത്തിൽ അണിനിരന്നു. ക്ഷേത്ര മേൽശാന്തി കുട്ടൻ ഏരിയക്കാടൻ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്രത്തിൽ കൊടകര പൂനിലാർക്കാവ് കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ കളരി പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. ക്ലാസിന്റെ ഉദ്ഘാടനം സ്വാമി ദേവ ചൈതന്യാനന്ദ സരസ്വതി നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് കൊച്ചുണ്ണി K. കർത്ത അധ്യക്ഷത വഹിച്ചു. കളരി ആശാൻ K. ഹരി, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാടൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, ഭഗിനി മണ്ഡൽ സെക്രട്ടറി ഷീല രാജൻ, പ്രസിഡന്റ് സരസ സുരേഷ്, ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങളായ രാജൻ കൗങ്ങാമ്പിള്ളി, സുശീല പ്രേംലാൽ, ഭഗിനി മണ്ഡൽ കമ്മിറ്റി അംഗങ്ങളായ രത്നം കുട്ടൻ വെട്ടിയാട്ടിൽ, സിന്ധു തിലകൻ പണിക്കാടൻ എന്നിവർ സന്നിഹിതരായി. നമ്മുടെ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് തന്നെ ഓരോരോ പുതിയ നമ്മളിവിടെ പരിശീലനങ്ങൾ കൊണ്ടുവന്നു. അത് വളരെയധികം ഈ ക്ഷേത്ര കമ്മിറ്റിയോട് ഒരുപാട് നന്ദി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തില് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. 8 വരെ ഈ സ്ഥിതി തുടരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്.
ഈസ്റ്റർ, വിഷു എന്നിവ പ്രമാണിച്ച് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഖാദി തുണിത്തരങ്ങൾക്ക് പ്രത്യേക റിബേറ്റ് നൽകുന്നു. ഏപ്രിൽ 14 വരെ ഖാദി തുണിത്തരങ്ങളുടെ ചില്ലറ വിൽപ്പനയ്ക്ക് 30% റിബേറ്റ് ലഭിക്കും. ഖാദി കോട്ടൺ, സിൽക്ക്, സ്പൺ സിൽക്ക് തുണിത്തരങ്ങളുടെ വിൽപ്പനയ്ക്കാണ് റിബേറ്റ് ലഭിക്കുക. വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വടക്കുന്നാഥൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, പാലസ് റോഡ്, ഒളരിക്കര എന്നിവിടങ്ങളിലെ ഖാദി ഗ്രാമ സൗഭാഗ്യങ്ങളിലും പാവറട്ടി, കേച്ചേരി, പൂവത്തൂർ എന്നിവിടങ്ങളിലെ ഖാദി സൗഭാഗ്യങ്ങളിലും വിവിധ ഗ്രാമശില്പങ്ങളിലും ആനുകൂല്യം ലഭിക്കും. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,810 രൂപ, പവന് 1,10,1480 രൂപ. പുതുക്കാട് ബസാർ റോഡ് അരിമ്പൂർ മുള്ളക്കര ജോസഫ് ആന്റണി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ മേരിയാണ് ഭാര്യ. ജോൺസൺ, ജോൺസി, ഫ്രാൻസി എന്നിവർ മക്കളും നിർമ്മൽ, ദീപക് എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുരം കടവിൽ അമ്മിണി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മാധവൻ എഴുത്തച്ഛനാണ് ഭർത്താവ്. മനോഹരൻ, ശിവശങ്കരൻ, വിജയ, ശൈലജ എന്നിവർ മക്കളും. വത്സല, സ്മിത, ചന്ദ്രൻ, മനോഹരൻ എന്നിവർ മരുമക്കളുമാണ്. തൃക്കൂർ SMS റോഡ് കൊടിയൻ ജിമ്മി അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോയ്സിയാണ് ഭാര്യ. ജിജോ, ജിജി, ജിൻസി എന്നിവർ മക്കളും. ബിബിൻ, റിൻസ് എന്നിവർ മരുമക്കളുമാണ്. വെള്ളിക്കുളങ്ങര കണ്ണൻകുന്നിൽ ബിജു അന്തരിച്ചു. 46 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും 3 ദിവസങ്ങൾ മാത്രം. ആവേശ പ്രചരണത്തിൽ മുന്നണികൾ. പുതുക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ പര്യടനം തുടരുന്നു. പുതുക്കാടിന്റെ വികസനത്തിന് UDF വിജയിക്കണമെന്ന് KM ബാബുരാജ്. തൊഴിലാളി കേന്ദ്രങ്ങളും തൊഴിലിടങ്ങളും കേന്ദ്രീകരിച്ച് വോട്ട് തേടി KKR. A. നാഗേഷ് പുതുക്കാട് പര്യടനം നടത്തി. ആളൂർ പൊരുന്നംകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.